ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നമ്മുടെ ദത്തെടുക്കൽ പരിപാടി പൂർണ്ണമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ രേവതിയും സച്ചിയും. ആരും, അതായത് പ്രത്യേകിച്ച് ചന്ദ്രമതിയും സുധിയും ശ്രുതിയും അതിന് സമ്മതിക്കുന്നില്ല. ശ്രുതിയാണെങ്കിൽ കുറേ ഡയലോഗുകളൊക്കെ ഇറക്കിയപ്പോഴത്തേക്കും, അതായത് ശ്രുതി ചീത്ത പെണ്ണാണെന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴത്തേക്കും ശ്രുതി എന്നും പറഞ്ഞ ഒരു വിളി നമ്മുടെ ശ്രുതി. എന്താ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? പറയേണ്ട കാര്യങ്ങളൊക്കെ പറയണ്ടേ എന്ന് ശ്രുതി ചോദിച്ചു. അല്ല, ഇത്രയും കാര്യം എന്തിനാ ഇവിടെ പറയുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? ആ ദത്തെടുക്കൽ അങ്ങ് വേണ്ടെന്ന് വെച്ചാൽ പോരെ, കാര്യം തീർന്നില്ലേ എന്ന് ശ്രുതി ചോദിക്കും കേട്ടോ. മറ്റാര് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കില്ല, എൻ്റെ അച്ഛൻ പറയുന്നത് ഞങ്ങൾ കേൾക്കത്തുള്ളൂ, അച്ഛൻ എന്ത് പറഞ്ഞാലും ഞങ്ങളതനുസരിക്കും എന്ന് സച്ചി അന്നേരം അവിടെ ഇരുന്ന് പറയാം. ഇത് കേട്ടപ്പം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത് ആ കുട്ടിയുടെ അമ്മമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അന്നേരം ഇല്ലച്ചാ, ഞങ്ങൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ വിമലാൻ്റി സമ്മതിക്കാതിരിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞു രേവതി. എന്നാൽ പിന്നെ നീ അവനെ വിളിച്ച് അവൻ നിന്റെ വീട്ടിൽ പൊടി, അവിടെ വളർത്തിക്കോ, ഇവിടെ ഒന്നും പറ്റത്തില്ല. ചന്ദ്രമതി പറയുമ്പം ഇവരുടെ വീട്ടിലേക്കല്ല, അവരെയും കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് സച്ചി അന്നേരം പറഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ അവൻ്റെ അമ്മമ്മയൊന്ന് സമ്മതം മൂളിയാ ആ നിമിഷം ഞാൻ അവനെ കൂട്ടിക്കൊണ്ട് വരുമെന്നും സച്ചി പറയുക. അന്നേരം രവിയേട്ടാ, അവൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേന്ന് ചോദിച്ചു ചന്ദ്ര. നിങ്ങളെന്താ അവരെ സപ്പോർട്ട് ചെയ്യുകയാണോ? അത് നടക്കില്ലെന്ന് പറയുമ്പോൾ ചന്ദ്രയെ അവർ പറയുന്നത് നല്ല കാര്യമല്ലേ ചന്ദ്രയെ, അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്യട്ടെ, അതിൽ നിനക്കെന്താ ഇത്ര പ്രശ്നം എന്നും ചോദിച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ടു. ആ കുഞ്ഞിനെ ഇപ്പം തന്നെ കൂട്ടിക്കൊണ്ട് വരാനാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പം, അല്ല ആദ്യം ഈ വിവരം അവരെ അമ്മമ്മയോട് പറയട്ടെ, അമ്മമ്മയോട് മാത്രമല്ല ആ കുഞ്ഞിൻ്റെ സമ്മതം കൂടി നമുക്ക് വേണ്ടേന്ന് ചോദിച്ചു. അവനെന്താ പറയുന്നതെന്ന് നോക്കാമെന്ന് പറയുമ്പോൾ അയ്യോ എന്നും പറഞ്ഞ് ശ്രുതി നിൽക്കുക പേടിച്ചിട്ട്. അപ്പോൾ രേവതിക്കും സച്ചിക്കും കുറച്ച് സമാധാനമായി. ആ കുഞ്ഞിന് ഈ വീട്ടിൽ കഴിയാനാണ് യോഗമെങ്കിൽ ദൈവം അവൻ ഇവിടെ തന്നെ എത്തിച്ചിരിക്കുമെന്നിങ്ങനെ പറഞ്ഞ് രവിയേട്ടൻ ആ കാര്യത്തിന് സപ്പോർട്ട് ചെയ്തു. ശ്രുതിക്കാണെങ്കിൽ ചങ്കിടിപ്പ്. ശ്രുതി എന്നിട്ട് റൂമിൽ പോയിരുന്ന് ഭ്രാന്ത് കയറിയിരിക്കുന്ന ആലോചിക്കാം. ഫോൺ എടുത്ത് വേഗം അമ്മയെ വിളിച്ചു. അമ്മ എടുത്തു. പറ ശ്രുതി എന്ന് പറയുമ്പം സച്ചിയോടും രേവതിയോടും അകന്നു നിൽക്കണം, ഒഴിഞ്ഞു മാറണം എന്നൊക്കെ എത്ര തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞതാ, നിങ്ങളത് കേട്ടോന്ന് ചോദിച്ചാൽ അതിനെ കഴിച്ചു കയറാൻ ചെല്ലുക. അതിൻ്റെ ഭവിഷ്യത്താ ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്ന് പറയുമ്പം എന്താ ശ്രുതി, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു. അല്ല, എല്ലാം പറഞ്ഞിട്ട് തന്നെയല്ലേ നീ ഇവിടുന്ന് പോയത്, പിന്നെ എന്തിനാ ഇങ്ങനെ വിളിച്ച് ദേഷ്യപ്പെടുന്നേ? നേരത്തെ രേവതി എന്നെ വിളിച്ചായിരുന്നു, ഞാൻ ഫോൺ എടുത്തില്ല. അപ്പോൾ അവൾ എന്തിനാ നിങ്ങളെ വിളിച്ചതെന്ന് അറിയാവോന്ന് ചോദിച്ചു. അതിപ്പോൾ ഞാനങ്ങനെ അറിയാനാ? ആദിക്ക് വേണ്ടിയാ നിങ്ങളെ അവൾ വിളിച്ചത്. ആദിക്ക് വേണ്ടിയോ? അതെ, കല്യാണം കഴിഞ്ഞ് കുറേ വർഷമായിട്ടും കുട്ടികളില്ലാത്തവരെ പോലെ സച്ചിയും രേവതിയും സംസാരിക്കുന്നത് എന്ന് ശ്രുതി പറയുവാണ്. ആദ്യം അവർ വളർത്തിക്കോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അവരമ്മയെ വിളിച്ചെന്ന് പറയുമ്പം അവർ വളർത്താനോ? അതെ, അവൻ്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടാത്ത സ്നേഹമേ അവർ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം അവരെല്ലാവരോടും ചോദിച്ചു. ആദ്യയെക്കുറിച്ചും അവൻ്റെ അമ്മയെക്കുറിച്ചും ഒക്കെ ഞാൻ അവരോട് സംസാരിച്ചിരുന്നു. അവർക്ക് സഹതാപം ചിലപ്പോൾ തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പം ആരാ നിങ്ങളോട് അവരോട് ഈ കഥയൊക്കെ പറയാൻ പറഞ്ഞത്? എല്ലാം തീരുമാനിച്ചതുപോലെ അവരുടെ സംസാരം അറിയാവോ എന്ന് ചോദിച്ചു. ഇക്കാര്യം നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾ സന്തോഷത്തോടെ സമ്മതിക്കുമെന്നാ അവർ അങ്കിളിനോട് പോലും പറഞ്ഞിരിക്കുന്നെന്ന് പറയുമ്പം അവരങ്ങനെ സമ്മതിച്ചെങ്കിൽ അതിന് സമ്മതം മൂളുന്നതല്ലേ നല്ലത്. ആദിക്ക് നിന്റെ കൂടെ കഴിയാലോ മോളെ എന്ന് ശ്രുതിയോട് അമ്മ പറയാം. അത് അവന് സന്തോഷമാവുമെന്നും പറഞ്ഞു. അപ്പോൾ ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? എത്ര ദിവസം മൂടി വെക്കാൻ പറ്റും? ആദ്യം ഈ വീട്ടിൽ താമസിച്ചാലേ അവൻ്റെ അമ്മയാണ് ഞാനെന്ന് എല്ലാവരും അറിയില്ലേ എന്ന് ശ്രുതി ചോദിച്ചു. എൻ്റെ ജീവിതം കൊണ്ട് കളിക്കല്ലേ നിങ്ങളോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം നീ ദേഷ്യപ്പെടാതെ ശ്രുതി, നീ ഇതിനിങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു അമ്മ. അവരെന്നോട് ചോദിച്ചാൽ സമ്മതമല്ലാന്ന് ഞാൻ പറഞ്ഞോളാമെന്ന് പറയും. അവർ നിങ്ങളെ വിളിക്കുന്നത് ഈ കാര്യം പറയാനായിരിക്കുമെന്നും അവരോട് ദേഷ്യപ്പെട്ട് തന്നെ പറഞ്ഞോളാം, അല്ലാണ്ട് നിങ്ങൾ അവരുടെ പരിധിക്ക് നിൽക്കരുതെന്നും പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുമ്പം നീ ചുമ്മാ ദേഷ്യപ്പെടാതെ ശ്രുതി, ഞാൻ അവരോട് പറയേണ്ട രീതിയിൽ പറഞ്ഞോളാം, എന്തായാലും പറഞ്ഞല്ലേ പറ്റുള്ളൂ. എന്നാലും എത്ര കാലം ഇങ്ങനെ പോകും മോളെ എന്ന് അമ്മ ചോദിക്കുമ്പം ശ്രുതിക്ക് വീണ്ടും ദേഷ്യം. എൻ്റെ കൂടെ അല്ല നിൻ്റെ കൂടെ വളരേണ്ടവനാണ് ആദി എന്ന് പറയുമ്പം ഇത് അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായോ എന്ന് ചോദിച്ചു. പിന്നെ എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പറയാം. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട, മനസ്സിലായല്ലോ, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. സ്വസ്ഥതയില്ലാണ്ട് അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ സച്ചി രേവതിയുടെ അടുത്തേക്ക് വന്നു. രേവതി, നീ ഒന്ന് വിമലാൻ്റിയെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. എന്തിനാന്നോ? ഈ വിഷയം നമുക്ക് അവരോട് പറയണ്ടേന്ന് ചോദിക്കുമ്പം വീട്ടിലാരും സമ്മതിക്കുന്നില്ലല്ലോ സച്ചേട്ടാ എന്ന് പറയുമ്പം അവരാരും സമ്മതിക്കില്ല എന്ന് അവരോട് അഭിപ്രായം ചോദിക്കുന്നതിന് മുന്നേ തന്നെ എനിക്കറിയാവുന്ന കാര്യമായിരുന്നു. അമ്മ പറഞ്ഞതൊക്കെ നീ അങ്ങ് വിട്ടുകളാം, സന്തോഷത്തോള്ള കാര്യമാണെന്ന് അച്ഛൻ പറഞ്ഞില്ലേ, പിന്നെന്താ പ്രശ്നമെന്ന് സച്ചി രേവതിയോട് ചോദിക്കുമ്പം ആദിക്ക് നല്ലൊരു ജീവിതം കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല,
പക്ഷേ ഇവിടെയുള്ളവർ ഇങ്ങനെയൊക്കെ പറയുമ്പം എങ്ങനെ സച്ചേട്ടാന്ന് ചോദിച്ചു. ഇവിടെയുള്ളവർ എന്താ പറയുന്നതെന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ആദിയുടെ അമ്മമ്മ എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആദിയുടെ കാര്യം ആദ്യം നീ അവരോട് സംസാരിക്കുക, അവരെന്താ പറയുന്നത് നോക്കണ്ടേന്ന് ചോദിച്ചു. വിളിക്ക് രേവതി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ കൊണ്ട് വിളിപ്പിക്കുകയാണ് സച്ചി. അപ്പോൾ ശ്രുതി വിളിച്ച് വെച്ചതിൻ്റെ പുറകെ രേവതി വിളിക്കുന്നത്. അപ്പോൾ ആദിക്ക് ചായയോ എന്തോ കൊടുത്തിട്ട് അമ്മമ്മ അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഇവരുടെ കോള് ചെല്ലുന്നത്. അപ്പോൾ രേവതിയുടെ കോള് കണ്ടപ്പോഴത്തേക്കും ടെൻഷനായി വിമലാൻറ്റിക്ക്. വിമലാൻറ്റി എന്നിട്ട് ഇങ്ങനെ ആകെ വല്ലാതായിട്ട് നിൽക്കും. എന്നിട്ട് കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുവാണ് അവർ വിളിച്ച് അവർ വിളിച്ച ഫോൺ എടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അതെന്താ അമ്മമ്മേ ഫോൺ എടുക്കാതിരുന്ന രേവതി ആൻറ്റി എന്ത് കരുതുമെന്ന് ചോദിച്ചു. അമ്മമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ വിളിക്കുന്നത് എന്ന് ആദ്യം പറയുമ്പം അത് തന്നെയാണ് മോനെ പ്രശ്നമെന്ന് പറഞ്ഞു. അവരുടെ ഫോൺ എടുത്താൽ പിന്നെ മോൻ്റെ അമ്മ വഴക്ക് പറയും, പിണങ്ങും, പിന്നെ അമ്മ ഇങ്ങോട്ട് വരികയില്ല എന്ന് പറഞ്ഞു. അയ്യോ എങ്കിലും എടുക്കണ്ട കേട്ടോ, ഞാൻ രേവതി ആൻറ്റി വിളിച്ചാൽ ഫോൺ എടുക്കില്ല കേട്ടോ എന്ന് ആദ്യക്കുട്ടം പറയുമോ. അപ്പോൾ രേവതിക്ക് ഭയങ്കര ടെൻഷനും സങ്കടമായി. വിമലാൻറ്റി ഫോൺ എടുക്കുന്നില്ല സച്ചേട്ടാന്ന് പറഞ്ഞു. നേരത്തെ വിളിച്ചപ്പോഴും എടുത്തില്ലല്ലോ, എന്താ പോലും പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ആ സമയത്ത് ശരിക്കും ഇതൊന്നും ഫോണിൽ പറയേണ്ട ഒരു വിഷയമല്ല, നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം വിമലാൻറ്റിയെ ചെന്ന് കണ്ടാലോ എന്ന് ചോദിക്കുമ്പം വിമലാൻറ്റി അതിന് സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. സമ്മതിച്ചാലോ അപ്പം തന്നെ ആദ്യം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും, അത്രേ ഉള്ളൂ വിഷയം, പിന്നെന്താ കാര്യം. അല്ല സന്തോഷമുള്ള കാര്യം തന്നെ സച്ചേട്ടൻ പറയുന്നേ, പക്ഷേ അമ്മ അവനെ ഇവിടെ കയറ്റുമെന്ന് ചോദിക്കുമ്പം രതി അച്ഛനെ എതിർക്കില്ലല്ലോ, അമ്മ എന്ത് വേണേലും പറയട്ടെ. സച്ചേട്ടാ നല്ലൊരു ജീവിതം കൊടുക്കാനല്ലേ ആദ്യം നമ്മൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അമ്മ എതിർക്കുന്നിടത്തോളം കാലം അവനിവിടെ സന്തോഷത്തോടെ കഴിയാൻ പറ്റുമോ? അമ്മ അതിന് അനുവദിക്കുമെന്ന് തോന്നണുണ്ടോ? അമ്മയുടെ സ്വഭാവം സച്ചേട്ടൻ അറിയാവുന്നല്ലേ എന്നൊക്കെ രേവതി ഇങ്ങനെ ദുരിതുരാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല അവനെ ഇവിടുത്തെ സ്കൂളിലും ചേർക്കണം, നല്ലൊരു സ്കൂൾ കണ്ടെത്താനൊക്കെ നല്ല സമയം എടുക്കില്ലേ എന്നൊക്കെ ചോദിക്കുക. പിന്നെ പെട്ടെന്ന് വിമലാൻറ്റിയോട് പറഞ്ഞാൽ അവർ ചിലപ്പോൾ സമ്മതിച്ചെന്ന് പോലും വരില്ല എന്നും പറഞ്ഞു. ഇതൊക്കെ കൊണ്ട് ഇക്കാര്യത്തിൽ ധൃതി കാണിക്കേണ്ടതാ എനിക്ക് തോന്നണേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുകയും ചെയ്തു. പിന്നെ നോക്ക് സംസാരിച്ച് പതിയെ അമ്മയുടെ വീട്ടിലുള്ളവരുടെയൊക്കെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പം നമുക്ക് ആദിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവനെ ചെന്നൊന്ന് കാണുകയും ചെയ്യാം. അവന് നമ്മളോട് കൂടുതൽ അടുപ്പം ഉണ്ടാക്കിയതിന് ശേഷം വിമലാൻറ്റിയോട് നമുക്ക് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കാം. അതല്ലേ ശരിക്കും നല്ലത്. നീ പറയുന്നതിലും കാര്യമുണ്ട് രേവതി, അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മുന്നും പിന്നും ആലോചിച്ച് വേണം ചെയ്യാൻ, എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പം എൻ്റെ ഭാര്യയ്ക്ക് ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു സച്ചി. അതിപ്പോഴാണോ മനസ്സിലാവുന്നതെന്ന് ചോദിക്കുമ്പം മുൻപേ മനസ്സിലായായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ മോളെ രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര റൊമാൻസുമായിട്ട് സച്ചി എന്നപ്പോൾ സച്ചി ഒരൊറ്റ ഓടിയിരായി. ഇന്ന് രേവതി ആദ്യയുടെ കാര്യം തൽക്കാലം ആരോടും പറയേണ്ട സമയമാകുമ്പോൾ നമുക്ക് വേണ്ടുന്നതുപോലെ ചെയ്യാൻ കേട്ടോ എന്നും പറഞ്ഞു. ഇങ്ങനെ അവർ അതിനെപ്പറ്റി സംസാരിച്ച് അങ്ങ് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി നേരെ മീരയെ കാണാനായിട്ട് ചെന്നു. മീരയെ ചെന്ന് കണ്ട് മീരയായിട്ട് സംസാരിക്കുക. അപ്പോൾ നിന്നേക്കാളും നിൻ്റെ മോനെ അവർ സ്നേഹിക്കുന്നുണ്ടെന്നും ഇപ്പം അവരുടെ മനസ്സിൽ ഒരു നന്മയുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് മീര ശ്രുതിയോട് ചോദിക്കും. വെറുപ്പിക്കല്ല മീരെ, എൻ്റെ അമ്മ എല്ലാ വിവരവും അവരോട് പറഞ്ഞു, എൻ്റെ പേരൊഴികെ. ഇങ്ങനെയാണെങ്കിൽ നാളെ എൻ്റെ പേരും അമ്മ അവരോട് പറയുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യം പറയുക ശ്രുതിയെ. അവരെൻ്റെ കുഞ്ഞിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവരുമെന്നുള്ള പേടിയുണ്ട് എനിക്കെന്ന് പറയും. നിൻ്റെ അമ്മയുടെ സമ്മതമില്ലാതെ അവർക്ക് അതിനെടുത്തിട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക മീര. അങ്ങനെ ചെയ്ത് അവരുടെ ഒരു അകത്താവില്ലേ എന്നും ചോദിച്ചു. എടി അമ്മയ്ക്ക് അവരെന്ന് വെച്ചാൽ ജീവനാ, അമ്മ സമ്മതം മൂളിയാ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്നേ. അതൊക്കെ നിന്റെ വെറും തോന്നലാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം സച്ചിയും രേവതിയും വിളിച്ച് അവരുടെ ഫോൺ എടുക്കരുത്, അവർ വീട്ടിൽ വന്ന് അവരുടെ മുഖത്തടിച്ചതുപോലെ സംസാരിച്ച് പറഞ്ഞു വിടണം എന്നൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ചെയ്താൽ ഭാഗ്യം, അങ്ങനെ പറഞ്ഞാലും അവരാദ്യം കാണാൻ പോകും, അതെനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അമ്മയും ആദിയെയും കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ എവിടെയെങ്കിലും താമസിപ്പിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുമ്പം ദൂരെ വേറൊരു നാട്ടിൽ താമസിച്ചിട്ട് പോലും സച്ചിയും രേവതിയും അവരെ കൂടെ പോന്നു. അപ്പോൾ പിന്നെ ഈ നാട്ടിലെങ്ങാനും കൂടെ താമസിപ്പിച്ച് അതിൻ്റെ കാര്യം പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയും ആദ്യം എൻ്റെ കൺവെട്ടത്തുണ്ടായാൽ അത് സേഫാണെന്ന് മീരയോട് പറയാം ശ്രുതി. സിറ്റുവേഷൻ എൻ്റെ കൺട്രോളിലായിരിക്കുമെന്നും പറഞ്ഞു. ഇവിടെ അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരിടത്ത് ഒരു വാടക വീട് എടുത്ത് താമസിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദിയുടെ പഠിപ്പോ അത് പിന്നെ ഇവിടെ ഏതെങ്കിലും നല്ലൊരു സ്കൂളിൽ അവനെ ചേർക്കാവെന്ന് പറഞ്ഞു. എത്ര കാലം ഇതൊക്കെ മറച്ചു വയ്ക്കാൻ പറ്റും? ഒരു പ്രഗ്നൻ്റ് ആയ പെണ്ണിന് അത് കൂടുതൽ കാലം മറച്ചു വയ്ക്കാൻ പറ്റാത്തതുപോലെ കള്ളവും കൂടുതൽ കാലവും മറച്ചു വയ്ക്കാൻ പറ്റില്ല, അത് പുറത്തു വരും എന്ന് പറയാം മീര. അതൊക്കെ എനിക്കറിയാം,
അതുകൊണ്ടാണ് പെട്ടെന്നൊരു കുഞ്ഞ് വേണമെന്ന് ഞാൻ തീരുമാനിച്ചതെന്ന് ശ്രുതി മീരയോട് പറയാം. എല്ലാം അറിഞ്ഞാലും ഒരു കുഞ്ഞുണ്ടെങ്കിൽ ശ്രുതി എന്നെ കൈവിടില്ല എന്നൊക്കെ പറയാം. സത്യം പറഞ്ഞാൽ നിന്റെ അമ്മായിമ്മ നിന്നെ വെറുതെ വിടുവോ? ആ വീട്ടിൽ പിന്നെ നീ ഉണ്ടാവില്ല എന്നൊക്കെ നമ്മുടെ മീര പറഞ്ഞു കൊടുക്കുമ്പം ശ്രുതി കൂടെ ഉണ്ടെങ്കിൽ മറ്റെല്ലാവരെയും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന കാര്യം ശ്രുതി പറഞ്ഞു കൊടുക്കുക. പിന്നെ പെട്ടെന്നൊരു കുഞ്ഞ് വേണം, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കിപ്പോൾ ഈ കിട്ടിയ ജീവിതം ഞാനായിട്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല മീരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദേവ് നമ്മുടെ രേവതിയെ വിളിക്കുക. അപ്പോൾ ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ വിഷയം എന്താണെന്ന് ചോദിച്ചു. ചേച്ചിയോട് ആദ്യം പറയണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഞാനത് അമ്മയോട് പറഞ്ഞു പോയെന്ന് പറഞ്ഞു. എടി ബിൽഡപ്പ് കൊടുക്കാത്ത കാര്യം പെട്ടെന്ന് പറയടി എന്ന് പറഞ്ഞു രേവതി. എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി ചേച്ചി, ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എനിക്ക് എന്ന് ദേവ് പറയുമ്പം അയ്യോ ആണോ നീ പാസ്സായില്ലേ എന്ന് ചോദിച്ചു രേവതിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ദൈവങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുക. ഇപ്പോഴേ ചേച്ചി റിസൾട്ട് വന്നത്, അമ്മയോട് പറഞ്ഞ ഉടനെ ഞാൻ ചേച്ചി വിളിക്കായിരുന്നു എന്ന് പറയുമ്പം സന്തോഷം കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല മോളെ ദേവു. പാസ്സാവുക മാത്രമല്ലല്ലോ നിനക്ക് ഫസ്റ്റ് ക്ലാസ്സും കിട്ടിയില്ലേ എന്ന് രേവതി ചോദിക്കാം. നമ്മുടെ അച്ഛൻ കണ്ട സ്വപ്നം അടിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം പെട്ടെന്ന് ദേവുവിന് സങ്കടം വന്നു. അപ്പം നീ അത് നേടിയല്ലേ മോളെ, അയ്യോ ദൈവത്തോട് നന്ദി പറയുക എന്നൊക്കെ പറയുമ്പം ദൈവത്തോടല്ല എൻ്റെ ചേച്ചിയോടാണ് ഞാൻ നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞു. ചേച്ചി നന്നായിട്ട് പഠിക്കുമായിരുന്നു, എന്നിട്ടും പാതി വഴിയിൽ പഠിത്തം നിർത്തി ചേച്ചി ജോലിക്ക് പോയില്ലേ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ദേവ് ഇങ്ങനെ പറഞ്ഞു. ചേച്ചിയുടെ ചോരയും വിയർപ്പും ഒഴുക്കി നേടിയ വിജയമാണ് ഇത്. ഞാനിത് നേടിയിട്ടുണ്ടെങ്കിലേ അതിന് കാരണം എൻ്റെ ചേച്ചിയാണെന്നും ദേവ് പറഞ്ഞു. നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി നീ നന്നായിട്ട് പഠിച്ചല്ലോ മോളെ, അതുകൊണ്ടാണ് നീ പാസ്സായതെന്ന് രേവതി പറയാം. അപ്പോൾ രേവതി എനിക്കൊരു കോഫിയെന്ന് പറഞ്ഞ് സച്ചി വന്നു. അപ്പം രേവതി ഒന്ന് കരയുക. എന്ത് പറ്റി, നീ എന്താ വിഷമിച്ച് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ ദേവു സച്ചേട്ടൻ വന്നിട്ടുണ്ട്, സച്ചേട്ടനോട് നീ തന്നെ പറയുന്നു പറഞ്ഞ് രേവതിയെ ഫോൺ സച്ചിയുടെ കൈ കൊടുത്തു. ദേവു വന്നു പറഞ്ഞു. ആ സമയത്ത് സച്ചിയോട് വിളിച്ചിട്ട് നമ്മുടെ ദേവു ജയിച്ചതും ഫസ്റ്റ് ക്ലാസ് കിട്ടിയ കാര്യവും പറഞ്ഞു. അപ്പോൾ താങ്ക്സ് ഏട്ടാന്നും പറഞ്ഞപ്പം കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞപ്പോൾ താങ്ക്സ് പറഞ്ഞു ദേവു. അപ്പോൾ എനിക്ക് വലിയ വിദ്യാഭ്യാസമോ കാര്യമൊന്നും ഇല്ല, കൂടുതൽ പഠിക്കാനായിട്ട് കഴിഞ്ഞിട്ടുമില്ല, ചേച്ചിക്കും കോളേജിലൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ നീ പഠിച്ചല്ലോ, കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ അതിൻ്റെ ഫലമാണ് നിനക്ക് കിട്ടിയത്. നിന്നെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നുണ്ട് മോളെ എന്നിങ്ങനെ പറഞ്ഞു സച്ചേട്ടാ ചേച്ചിയും കുട്ടിന്ന് വീട്ടിലേക്ക് വരാമെന്ന് ചോദിച്ചപ്പം അതിനെന്താ വരാമല്ലോ, പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വരാൻ കേട്ടോ എന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞു ഫോണും ഒന്ന് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ രേവതി നിന്ന് കരയുക, സന്തോഷാശ്രു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഈ ആന്തക്കണ്ണീര് കാണുമ്പോഴേ എനിക്ക് സന്തോഷമാണ് ശരിക്കും തോന്നുന്നതെന്ന് സച്ചി രേവതിയോട് പറയാം. അവളിങ്ങനെയൊക്കെ പഠിച്ച് ഇവിടെ വരെ എത്തിയതിൽ നിൻ്റെ വിയർപ്പുണ്ടെന്ന് സച്ചി പറയാം, നിൻ്റെ സ്വപ്നം ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെ രേവതിയെ ചേർത്ത് പിടിച്ച് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം. പിന്നെ അച്ഛൻ്റെ സ്വപ്നങ്ങളെ പറ്റിയൊക്കെ രേവതി ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഒരുപാട് ആദ്യം പിടിക്കുന്നുണ്ട് ദേവുവിൻ്റെയും ശരത്തിൻ്റെയൊക്കെ കാര്യത്തിൽ എൻ്റെ സച്ചേട്ടൻ, എനിക്കത് അറിയാമെന്ന് പറയാം രേവതി. പിന്നെ ഇതറിയുമ്പോൾ ആ മനസ്സിൻ്റെ സന്തോഷം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇപ്പം അല്ല ശരിയായില്ലേ, ഏട്ടൻ്റെ പൊന്നുമോള് പോയി ഒരു കോഫി ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് രേവതി കോഫി ഇടാൻ പറഞ്ഞു വിട്ടു. രേവതി കോഫി ഇടാൻ പോയി. സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുക. അങ്ങനെ രേവതി ചായ ഇട്ടുകൊണ്ട് വന്നു. അതിനുശേഷം പിന്നെ അച്ഛനോട് പോയി വിവരം പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ഛൻ വളരെ നല്ല കാര്യം, സന്തോഷമായി മോളെ എന്ന് പറയാം കേട്ടോ. അച്ഛന് വലിയ സന്തോഷമായി ദേവുവിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഇതിനൊക്കെ കാരണം മോളാണെന്ന് അച്ഛൻ പറയുമ്പം ഞാനോ, അവൾ പഠിച്ചു പാസ്സായി, അതിന് ഞാനെന്താ ചെയ്തേ എന്ന് രേവതി ചോദിച്ചപ്പം മോളല്ലേ ആ കുടുംബം നോക്കിയത്, അവളെ പഠിപ്പിച്ചത്, അവൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മോള് പഠിത്തം നിർത്തിയിട്ട് ജോലിക്ക് വരെ പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സന്തോഷത്തിന് എല്ലാം കാരണം മോള് തന്നെയല്ലേ എന്ന് അച്ഛൻ രേവതിയോട് ചോദിക്കുക. അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിയെ നോക്കുന്നു. അപ്പോൾ രേവതിക്ക് കിട്ടേണ്ട ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ലോകത്ത് ഒരു കൂടപ്പറപ്പും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ മോളങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞു. അന്നേരം അങ്ങോട്ടേക്ക് ചന്ദ്രമതി വന്നു. എന്താ ഇവിടെ കാര്യം എന്നും ചോദിച്ചു. അപ്പോൾ രേവതിയുടെ കുറ്റവും പറഞ്ഞുകൊണ്ട് വരിക. അപ്പം രേവതി മോളെ കുറ്റം പറഞ്ഞാലേ നിനക്ക് സന്തോഷമാവുള്ളല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അച്ഛൻ അന്നേരം ദേഷ്യപ്പെട്ട് വർഷം അപ്പോഴത്തേക്കും വന്നു. എന്താ അങ്കൾ കാര്യം ചോദിച്ചു. അപ്പം മോളെ നമ്മുടെ ദേവു ഫസ്റ്റ് ക്ലാസ്സോടെ ഡിഗ്രി പാസ്സായെന്ന് പറഞ്ഞു അച്ഛൻ. അന്നേരം ഏത് ദേവു എന്ന് ചന്ദ്രമതിയുടെ ഒരു ചോദ്യം. അപ്പോൾ ഏത് ദേവു എന്നോ, നമ്മുടെ രേവതിയുടെ അനിയത്തി ദേവുവിന് നീ അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതായിരുന്നു വല്ല കാര്യം.
അവൾക്കൊക്കെ ഡിഗ്രി ഇട്ടിട്ട് എന്നാ ചെയ്യാനാ, ജീവിത അവസാനം വരെ പൂ കെട്ടി ജീവിക്കും, അതാ അവൾക്കൊക്കെ വിധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ് അതിനും ചന്ദ്രമതി ഇങ്ങനെ അതിനെ കളിയാക്കുക. അപ്പോൾ ഇത് കേട്ടപ്പോൾ വർഷയ്ക്ക് ദേഷ്യം വന്നു. പ്രാരാബ്ധങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പെൺകുട്ടി പഠിച്ചു പാസ്സായതാ, ഒരു നല്ല വാക്ക് പറഞ്ഞൂടെ ചന്ദ്രൻ നിനക്കെന്ന് ചോദിക്കും. ഓ പിന്നെ ഡിഗ്രി വാങ്ങുന്നതൊക്കെ പണ്ട് വലിയ കാര്യമായിരുന്നു, ഇപ്പം അതൊന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞപ്പോൾ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടി എന്ന് പറഞ്ഞു. ഡിഗ്രി ഇല്ലാത്ത ആരെങ്കിലും ഇത് കാണാൻ പറ്റുമോ, കോളേജിൽ പോകാതെ അതിന് മുന്നിൽ കൂടെ പോയാൽ മതി, അവനും വരെ ഡിഗ്രി ഉണ്ട് അപ്പോഴാ എന്ന് പറഞ്ഞ് നിൽക്കുമ്പം അപ്പം നിങ്ങളായിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചോളാം പറഞ്ഞു സച്ചി. എന്തിന്, അല്ല ഇത് അറിഞ്ഞപ്പോൾ വയറ്റിൽ എരിച്ചിൽ കൂടി കാണുമല്ലോ, അത് മാറി കിട്ടുമെന്ന് സച്ചി പറയുക. അപ്പോൾ ഇത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലടാ, ചുരുങ്ങിയത് ഒരു കുടം വെള്ളമെങ്കിലും കുടിക്കേണ്ടി വരും ഇവളുടെ വയറ്റിൽ എരിച്ചിൽ മാറണമെങ്കിൽ എന്ന് അച്ഛൻ പറഞ്ഞു. അവൻ്റെ കൂടെ ചേർന്ന് നിങ്ങളതിനെ കളിയാക്കുകയാണെന്ന് ചന്ദ്ര എന്തായാലും ചോദിച്ചു രവിയേട്ടനോട്. അവൾ ഡിഗ്രി പാസ്സായാലും എനിക്കെന്താ എന്ന് ചോദിച്ചു ചന്ദ്ര ഇങ്ങനെ ദേഷ്യപ്പെടുക. രേവതി ഇതൊക്കെ കേട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക കേട്ടോ. അപ്പോഴാണ് ശ്രുതിയും കൂടെ ഇറങ്ങി വരുന്നത്. എന്താ കാര്യമെന്ന് ചോദിച്ചു. അന്നേരം അതായത് നമ്മുടെ ദേവു ഡിഗ്രി പാസ്സായ കാര്യം നമ്മുടെ രേവതിയുടെ അച്ഛൻ പറയുമ്പോഴത്തേക്കും രേവതിയോട് ശ്രുതി എൻ്റെ ഒരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞേക്ക് കേട്ടോ എന്ന് പറഞ്ഞു. ശ്രുതി അതിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാനും മാത്രമൊന്നുമില്ല എന്നും, പിന്നെ ഏതായാലും ഒരു ഡിഗ്രി മാത്രമല്ലേ അവൾ നേടിയുള്ളൂ, അതൊക്കെ ആരെ കൊണ്ടും പറ്റും. 7 ഡിഗ്രി നേടിയവനാ ഇവിടെ ഈ നിൽക്കുന്ന ഞാൻ, അത് ഒരു ജീനിയേഴ്സിനെ കൊണ്ട് മാത്രമേ പറ്റുമെന്ന് ശ്രുതി പറയുമ്പം ഡാടാ നിർത്തിക്കോളാൻ പറഞ്ഞു അച്ഛൻ. എനിക്ക് കുറച്ചുകൂടി ടൈം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുമ്പം നീ ജോലിക്ക് പോകാതെ പഠിച്ചുകൊണ്ടേ ഇരുന്നേനല്ലേടാ അച്ഛൻ്റെ കാശ് കളയാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എന്നേരം ചാടിക്കയറി പറഞ്ഞു. അവിടെയും വടി കൊടുത്ത് നമ്മുടെ ശ്രുതി അടി മേടിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അച്ഛൻ്റെ അടുത്തേക്ക്, അച്ഛനെ വിയർപ്പൊഴിക്കാടാ നിന്നെ പഠിപ്പിച്ചത്, നിനക്ക് പഠിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് മുറിയും, നീ പറയുന്ന ഡ്രസ്സ്, നീ ആവശ്യപ്പെടുന്ന ബുക്സ്, കാശ് എല്ലാം അച്ഛൻ ഒരുക്കി തന്നില്ലേ, പിന്നീട് നീ ആവശ്യപ്പെട്ട സമയത്ത് തന്നെ നിനക്ക് എല്ലാ അച്ഛനും ഒപ്പിച്ച് തന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവളെ ചെറിയ വരുമാനമുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാണ്, ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവൾ പഠിച്ച് ഡിഗ്രി നേടിയിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി എല്ലാവരുടെയും മുന്നിൽ നമ്മുടെ ദേവുവിനെ ഭയങ്കര ഇതായിട്ട് അങ്ങ് ചേർത്ത് പിടിക്കുന്നു. അതെല്ലാം കേട്ട് രേവതിക്ക് സങ്കടവും സന്തോഷവും ഒന്നും സഹിക്കാൻ മേലാതെ ഇങ്ങനെ നിൽക്കുക. ഒരു വശത്ത് കുറ്റപ്പെടുത്തൽ, മറുവശത്ത് നമ്മുടെ സച്ചിയുടെയും അച്ഛൻ്റെയും എല്ലാവരുടെയും ഒരു സപ്പോർട്ടും. അങ്ങനെ ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.